KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സാങ്കേതിക പരിശീലനം പൂർത്തിയായി. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF ക്യാമ്പസ് കോൺഫറൻസിന് പ്രഖ്യാപനമായി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് 54 മദ്രസകൾക്കു കൂടി അംഗീകാരം നൽകി. മുസ്ലിം കൂട്ടുകാർക്ക് നിസ്കാരത്തിനായി പള്ളി നിർമ്മിച്ചു നൽകി സിക്കുകാരൻ. മുക്കത്തിന് വീണ്ടും അഭിമാന മുഹൂർത്തം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയ്ക്കൊപ്പം സംസ്ഥാന അധ്യാപക അവാർഡ് PK അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക്. ഇത്തവണത്തെ ഹജ്ജ് കൊച്ചി വിമാനത്താവളം വഴി ഇന്ന് 340 പേർ യാത്ര തിരിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് 294 പേർ പുറപ്പെട്ടു. ഹജ്ജ് ക്യാമ്പ് വളണ്ടിയർക്ക് വാഹനാപകടത്തിൽ പരിക്ക്. മസ്ജിദുൽ അഖ്സയിൽ ഇസ്രായേൽ സേന അതിക്രമിച്ചു കയറി. ഫലസ്തീനികളും ഇസ്രായേൽ സേനയും തമ്മിൽ സംഘർഷം. പോലീസിന്റെ പെരുമാറ്റം നന്നാക്കാൻ നല്ല നാക്കും നല്ല വാക്കും എന്ന പ്രമേയത്തിൽ പോലീസുകാർക്ക് പ്രത്യേക പരിശീലനം. കുപ്രചരണങ്ങൾക്കെതിരെ സൗദി അറേബ്യ 25 ലക്ഷം സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതായി സൗദി മന്ത്രാലയം. വാർത്തകൾ വിശദമായി. പിരിമുറുക്കം എത്ര കൂടിയാലും പോലീസിന്റെ സംസാര ഭാഷ നല്ലതാക്കാനുറച്ച് പോലീസുകാർക്ക് പ്രത്യേക പരിശീലനം. പോലീസിന്റെ പെരുമാറ്റം നല്ലതാവണമെന്ന DGPയുടെ സർക്കുലർ പ്രാവർത്തികമാക്കാൻ നല്ല നാക്കും നല്ല വാക്കും എന്ന പേരിലാണ് താമരശ്ശേരിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. താമരശ്ശേരി സർക്കിളിലെ താമരശ്ശേരി, കോടഞ്ചേരി, തിരുവമ്പാടി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ ഉൾപ്പെടെ 100ഓളം ഉദ്യോഗസ്ഥരാണ് സെമിനാറിൽ പങ്കെടുത്തത്. നല്ല ഭാഷ ഉപയോഗിക്കുമ്പോൾ തന്നെ പരുഷമായി പെരുമാറേണ്ടവരോട് അങ്ങനെ തന്നെ പെരുമാറണമെന്നും മോശമായ വാക്കുകളില്ലാതെ തന്നെ അനുസരിപ്പിക്കേണ്ടവരെ അനുസരിപ്പിക്കാൻ പോലീസിന് കഴിയണമെന്നും ക്ലാസിന് നേതൃത്വം നൽകിയ പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബാലകൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞു. ജോലിയുടെ പിരിമുറുക്കം കാരണം സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് കോഴിക്കോട് IIMലെ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ നായർ വിശദീകരിച്ചു. താമരശ്ശേരി DYSP R ശ്രീകുമാർ മോഡറേറ്ററായിരുന്നു. CI K സുഷീർ പ്രത്യേക താൽപര്യമെടുത്താണ് സെമിനാർ സംഘടിപ്പിച്ചത്. അപകടമുഖത്ത് സ്വീകരിക്കേണ്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അടുത്തിടെ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. പോലീസിന്റെ മുഖമിനുക്കൽ പേരിലൊതുക്കരുതെന്ന ചിന്തയിലാണ് താമരശ്ശേരി പോലീസ്. ഉത്തരേന്ത്യയിൽ നിന്ന് മതസ്പർദ്ധയുടെ വാർത്തകൾ മാത്രം കേട്ട് മനസ്സുമടുത്തെങ്കിൽ ഇതാ പഞ്ചാബിലെ സരവ്പൂരിൽ നിന്നൊരു നല്ല വാർത്ത. തന്റെ മുസ്ലിം കൂട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കി അവർക്ക് നിസ്കരിക്കാൻ പള്ളി പണിതു നൽകിയിരിക്കുകയാണ് ജോഗ സിംഗ് എന്ന സിക്കുകാരൻ. ജോഗ സിംഗിന്റെ ഗ്രാമത്തിൽ ബഹുഭൂരിഭാഗവും സിഖ് കുടുംബങ്ങളാണ്. 11 മുസ്ലിം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത്. ഇവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോവണമെങ്കിൽ 10 കിലോമീറ്റർ അകലെ പോവണം. തന്റെ ഉറ്റ കൂട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കിയാണ് ജോഗ സിംഗ് പള്ളി നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. പണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ടായിരുന്നെങ്കിലും 1947 വിഭജനാന്തര കലാപത്തിൽ അത് തകർക്കപ്പെടുകയായിരുന്നു. ജോഗ സിംഗ് കൂട്ടുകാരെ ആശ്ലേഷിച്ചു നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ്. മസ്ജിദ് നിർമ്മാണത്തിൽ ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും പങ്കെടുത്തെന്ന് ജോഗ സിംഗ് പറയുന്നു. പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ പണം നൽകി സഹായിച്ചത് ഇംഗ്ലണ്ടിൽ ബിസിനസ്സുകാരനായ ജോഗയുടെ സഹോദരനാണ്. ജൂലൈ മാസത്തിൽ തന്നെ പള്ളി നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിലും ഇപ്പോഴാണിത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇന്നലെ വരെ എയർ ഇന്ത്യ ഹാജിമാർക്ക് മാത്രമായി 14 പ്രത്യേക സർവീസുകൾ നടത്തി. ഹജ്ജിനായി കൊച്ചി വിമാനത്താവളം വഴി 10 ദിവസം കൊണ്ട് 5101 പേർ യാത്ര നടത്തി. 1700ഓളം പേർ ഇനി യാത്ര തിരിക്കാനുണ്ട്. ഇതിൽ 340 പേർ ഇന്ന് യാത്ര പുറപ്പെട്ടു. ഇന്ന് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI 5429 വിമാനത്തിൽ 186 പുരുഷന്മാരും 154 സ്ത്രീകളുമാണുള്ളത്. ലക്ഷദ്വീപിൽ നിന്ന് 294, മാഹിയിൽ നിന്ന് 39, കോഴിക്കോട് നിന്ന് 5, കൊല്ലത്ത് നിന്ന് 5 എന്നിങ്ങനെയാണ് യാത്രക്കാരുള്ളത്.
ഇന്നലെ ഉച്ചയ്ക്ക് 1:40 പുറപ്പെട്ട AI-5427 വിമാനത്തിൽ 145 പുരുഷന്മാരും 196 സ്ത്രീകളും ഒരു കുട്ടിയും അടക്കം 341 പേരാണ് യാത്ര ചെയ്തത്. കോഴിക്കോട് നിന്ന് 182, മലപ്പുറത്ത് നിന്ന് 154, കൊല്ലം 4, ആലപ്പുഴ 1 എന്നിങ്ങനെയാണ് യാത്രക്കാർ. ലക്ഷദ്വീപിൽ നിന്നുള്ള 298 യാത്രക്കാരിൽ 294 യാത്രക്കാരും ഇന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് പുറപ്പെട്ടു. ഇനിയുള്ള 5 ദിവസങ്ങളിലായി 6 ഹജ്ജ് വിമാനങ്ങളാണ് എയർ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഈ വിമാനങ്ങളിലായി 1920ഓളം പേർ ഹജ്ജിനായി കൊച്ചിയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്രയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഹജ്ജ് ക്യാമ്പിലെത്തി ഹാജിമാരുമായി സംസാരിച്ചു. ഇന്നലെ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ, മുൻ MP അബ്ദുള്ള സെയ്ദ്, അൻവർ സാദത്ത് MLA തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ച് ഹാജിമാരുമായി സംസാരിച്ചു. ഹജ്ജ് ക്യാമ്പിൽ സൌജന്യ സേവനത്തിനെത്തിയ വളണ്ടിയർക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റു. ചെങ്ങമനാട് പാലിപ്രശ്ശേരി നടുവലപ്പറമ്പിൽ NM അബ്ദുൽ ഖാദറിനാണ് പരിക്കേറ്റത്. വളണ്ടിയറായി സേവനം ചെയ്യുന്നതിന് ഹജ്ജ് ക്യാമ്പിലേക്ക് വരുന്ന വഴി വിമാനത്താവളത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അബ്ദുൽ ഖാദറിന് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഹജ്ജിന് പുറപ്പെട്ട ഹാജിമാരുടെ ലഗേജുകൾ കിട്ടാൻ വൈകുന്നത് ഇല്ലാതാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ഹാജിമാരുടെ ലഗേജുകൾ പരസ്പരം മാറിപ്പോകാതിരിക്കുന്നതിനും മറ്റും പെട്ടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ കൂടാതെ മാർക്കർ പേന ഉപയോഗിച്ച് പെട്ടിയിൽ പേരും അഡ്രസ്സും താമസിക്കുന്ന കെട്ടിട നമ്പറും റൂം നമ്പറും എഴുതി തുടങ്ങി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹജ്ജ് ക്യാമ്പിൽ ഇന്നലെ മുതലാണ് ലഗേജുകളിൽ ഇങ്ങനെ എഴുതി തുടങ്ങിയത്. മക്കയിലെത്തിയ ഹാജിമാരുടെ ലഗേജുകൾ കിട്ടാൻ താമസം നേരിട്ടതിനെ തുടർന്നാണ് പുതിയ സംവിധാനം. തെരുവുനായ വിഷയത്തിൽ അവതാരക രഞ്ജിനി ഹരിദാസിന്റെ വീട്ടിൽ പാട്ടുപാടി പ്രതിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ച തൃശൂർ നസീർ രഞ്ജിനിക്ക് തെരുവുനായ്ക്കളെ സംഭാവനയായി നൽകാനൊരുങ്ങുന്നു. ഇതിനായി 50 തെരുവുനായ്ക്കളെ ഭക്ഷണം നൽകി വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നസീർ പറഞ്ഞു. രഞ്ജിനിയുടെ വീട്ടിൽ നടക്കാനിരിക്കുന്ന പ്രതിഷേധത്തിൽ 25 നായ്ക്കളും പങ്കെടുക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ നായ്ക്കളെ രഞ്ജിനിക്ക് നൽകും. ബാക്കി 25 നായ്ക്കളെ താൻ വളർത്തുമെന്നും നസീർ പറഞ്ഞു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും നേരിടാൻ തയ്യാറാണെന്നും നസീർ പറഞ്ഞു. രഞ്ജിനിയോട് വ്യക്തിപരമായി പ്രശ്നമില്ല. രഞ്ജിനി അടക്കമുള്ളവരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തെരുവുനായ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടാത്തതെന്നും നസീർ കുറ്റപ്പെടുത്തി. തെരുവുനായ പ്രശ്നത്തിൽ മനേകാ ഗാന്ധി അടക്കമുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് ഡൽഹിയിലും സമരം നടത്തുമെന്ന് നസീർ അറിയിച്ചു. നാളെ കൊച്ചിയിലും നസീറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ ഇസ്രായേൽ സേന അതിക്രമിച്ചു കയറിയത് സംഘർഷത്തിൽ കലാശിച്ചു. മസ്ജിദ് വളപ്പിൽ വെച്ച് ഫലസ്തീനികളും ഇസ്രായേൽ സേനയും ഏറ്റുമുട്ടി. സംഭവത്തിൽ പ്രതിഷേധമുയർത്തിയ ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന കണ്ണീർ വാതകവും ഗ്രാനേഡുകളും പ്രയോഗിച്ചു. ജൂതന്മാരുടെ പുതുവർഷമായ റോഷ് ഹഷാന ആരംഭിക്കാനിരിക്കെയായിരുന്നു പുതിയ സംഘർഷം. മസ്ജിദുൽ അഖ്സയുടെ വളപ്പിൽ ഇസ്രായേൽ സേന കടന്നുകയറിയതാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് ദൃക്സാക്ഷികളും പോലീസും പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അപലപിച്ചു. വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം മുഖംമൂടി ധരിച്ച് സേനയ്ക്ക് നേരെ കല്ലേറ് നടത്തിയവരെ തുരത്താനാണ് പള്ളിയിൽ കടന്നതെന്ന് ഇസ്രായേൽ സേന പ്രതികരിച്ചു. മുക്കത്തിന് വീണ്ടും അഭിമാന മുഹൂർത്തം. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കാരശ്ശേരിയിലെ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക് ജന്മനാട്ടിൽ പൌരാവലി നൽകിയ ആദരം പ്രൌഢമായി. മുക്കം ചെറുവാടി സ്വദേശിയും മർക്കസ് ഹയർ സെക്കൻഡറി അധ്യാപകനുമായ നിയാസ് ടോലക്ക് ദേശീയ അധ്യാപക അവാർഡ് ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇതിനോടൊപ്പമാണ് സംസ്ഥാന അധ്യാപക അവാർഡ് ഡോക്ടർ PK അബ്ദുൽ ഹമീദ് മാസ്റ്ററെ തേടിയെത്തിയത്. 2 അധ്യാപകർക്കും ലഭിച്ച അംഗീകാരത്തിൽ ആഹ്ലാദഭരിതരാണ് മുക്കത്തുകാർ. കാരശ്ശേരി UP സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന സ്വീകരണ പരിപാടി MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്തു. MP അബ്ദുസമദ് സമദാനി ഉപഹാര സമർപ്പണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ മഞ്ചറ ജമാൽ അധ്യക്ഷത വഹിച്ചു. സി മോയിൻകുട്ടി MLA, മുൻ MLA ജോർജ് M തോമസ്, ദീനപ്രകാശ്, MT അഷ്റഫ്, V കുഞ്ഞാലി, മുക്കം മുഹമ്മദ്, NK അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അപാരവൃദ്ധം ജനങ്ങൾ അണിനിരന്ന ഘോഷയാത്രയോടെയാണ് ഹമീദ് മാസ്റ്ററെ നാട്ടുകാർ എതിരേറ്റത്. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഹമീദ് മാസ്റ്റർ സംസ്ഥാന ദേശീയ രംഗത്ത് ഒട്ടേറെ വിഷയങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകനാണ്. ഹൈദരാബാദിൽ നടന്ന വേൾഡ് ഉറുദു കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിച്ച അദ്ദേഹം NCERT, UPRC, NCPUW, CIIL, ആസാദ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറുകളിലും ശില്പശാലകളിലും റിസോഴ്സ് പേഴ്സണായി പങ്കെടുത്തിട്ടുണ്ട്.
നല്ലൊരു സാഹിത്യകാരൻ കൂടിയായ ഹമീദ് മാസ്റ്റർ DC ബുക്സ് പ്രസിദ്ധീകരിച്ച കുട്ടികളെ അറിഞ്ഞു പഠനത്തിൽ സഹായിക്കാം, പ്രതീക്ഷ ബുക്സിന്റെ വിദ്യാഭ്യാസം, പുതിയ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ തുടങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്യാരി പ്യാരി നഗ്മയും, ആദാബ്, ഫർമായിസ്, ഷാദാസ് തുടങ്ങിയ ഉറുദു കവിതാ സമാഹാരം പുറത്തിറക്കിയ അദ്ദേഹം കേരളത്തിൽ ഇദംപ്രദമായി നയത്തെ ഷെരീഫിൽ CD-കൾ പുറത്തിറക്കിയ വ്യക്തിത്വം കൂടിയാണ്. സമദാനി എഡിറ്ററായ ഉറുദു സാഹിത്യ മഞ്ജരിയിൽ ശ്രദ്ധേയമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ട്രെയിനറായി കേരളത്തിനകത്തും പുറത്തും സേവനം ചെയ്തിട്ടുണ്ട്. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി, അൽ ഈമാൻ ഇസ്ലാമിക് ട്രസ്റ്റ് തുടങ്ങിയവയുടെ സാരഥിയായ അദ്ദേഹം സജീവ സുന്നി പ്രവർത്തകനും സിറാജ് ദിനപത്രം മുൻ മാനേജർ പരേതനായ PK ആലിക്കുട്ടി മാസ്റ്ററുടെ മകനാണ്. പ്രാസ്ഥാനിക രംഗത്ത് നിറസാന്നിധ്യമായ നിയാസ് ചൊലക്കും ഹമീദ് മാസ്റ്റർക്കും പ്രാസ്ഥാനിക വേദികളിലും വൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. SSF സംസ്ഥാന സാഹിത്യോത്സവ വേദിയിൽ നിയാസ് ചൊലക്ക് മന്ത്രി മഞ്ഞളാംകുഴി അലിയും, മലപ്പുറം മഅദിൻ വേദിയിൽ വെച്ച് ഡോക്ടർ ഹമീദ് മാസ്റ്റർക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും അവാർഡുകൾ സമ്മാനിച്ചു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. കുപ്രചരണങ്ങൾക്കെതിരെ സൗദി അറേബ്യയുടെ മറുപടി. 25 ലക്ഷം സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതായി സൗദി മന്ത്രാലയം വെളിപ്പെടുത്തി. വിശദമായ റിപ്പോർട്ടിലേക്ക്. പിറന്ന മണ്ണും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന സിറിയൻ ജനതയ്ക്ക് നേരെ അറബ് രാജ്യങ്ങൾ കണ്ണടക്കുന്നുവെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി സൗദി മന്ത്രാലയം രംഗത്തു വന്നു. 2011 ശേഷം സൗദി അറേബ്യ 25 ലക്ഷം സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതായും $7,000 ലക്ഷം സാമ്പത്തിക സഹായം നൽകുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അഭയാർത്ഥികളുടെ കാര്യത്തിൽ കുപ്രചരണം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി രാജാവിന്റെ നിർദ്ദേശപ്രകാരം കണക്കുകൾ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് അഭയാർത്ഥികളായല്ലെന്നും സൗദി വ്യക്തമാക്കി. സൗദി അറേബ്യ, ഒമാൻ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനാലാണ് സിറിയൻ ജനതയ്ക്ക് യൂറോപ്പിലേക്ക് അഭയം തേടി പോവേണ്ടി വരുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൗദിയിൽ 1 ലക്ഷത്തിലേറെ സിറിയൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് താമസിക്കാൻ 200 പള്ളികൾ നിർമ്മിച്ചു നൽകുമെന്ന് സൗദി പ്രഖ്യാപിച്ചിരുന്നു. അഭയാർത്ഥികളുടെ ആശ്രയ കേന്ദ്രമായി മാറിയ ജർമ്മനിയിലേക്ക് 40,000 അഭയാർത്ഥികൾ 2 ദിവസത്തിനകം എത്തിച്ചേരും. മ്യൂണിക്കിലേക്കാണ് കൂടുതൽ പേരുമെത്തുക. നടപടികൾ ഏകോപിപ്പിക്കാൻ 4,000 സൈനികരെ ജർമ്മനി വിന്യസിച്ചിട്ടുണ്ട്. ഗ്രീസിൽ നിന്ന് മാസിഡോണിയയിലേക്ക് ആയിരങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ കുടിയേറ്റക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ആയിരക്കണക്കിന് പേർ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരികളിൽ തടിച്ചുകൂടി. 2ാം ലോക യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് ഇത്രയധികം ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറുന്നത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി സാങ്കേതിക പരിശീലനം പൂർത്തിയായി. വിശദമായ റിപ്പോർട്ടിലേക്ക്.
SOS മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ മുന്നോടിയായുള്ള സംസ്ഥാനതല സാങ്കേതിക പരിശീലനം പൂർത്തിയായി. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത്തവണ അപേക്ഷകരുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വഴിയും ഇതിനുള്ള സംവിധാനമുണ്ടായിരിക്കും. ഈ മാസം 21 മുതൽ 27 വരെ നിശ്ചിത ഫോറം വഴി അംഗങ്ങളെ ചേർത്ത് അപ്ലോഡിംഗും നടത്തും. സർക്കിൾ, സോൺ, ജില്ലാ ഘടകങ്ങൾക്ക് അപ്പോൾ അപ്ലോഡിംഗ് പുരോഗതി വിലയിരുത്താനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ED ചെയർമാൻ സയ്യിദ് ത്വാഹ സക്കാഫിയുടെ അധ്യക്ഷതയിൽ സംഘടനാകാര്യ സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. N. അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, മുസ്തഫ കോഡൂർ, AK അബ്ദുൽ ബാരി എന്നിവർ നേതൃത്വം നൽകി. സർക്കിൾ യൂണിറ്റ് പ്രതിനിധികൾക്കുള്ള സാങ്കേതിക പരിശീലന പരിപാടി 20-നകം സോൺ കേന്ദ്രങ്ങളിൽ നടക്കും. 60-ാം വാർഷികം പ്രഖ്യാപിച്ച വിഷൻ 2025ന്റെ ഭാഗമായി പുതിയ ബഹുജന സംഘടന കൂടി നിലവിൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റ രീതിയിൽ മെമ്പർഷിപ്പ് പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാനമൊട്ടുക്കും നടന്നുവരുന്നത്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, കോഴിക്കോട്. കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ മുഖപത്രമായ ഇഷാറയുടെ അംഗത്വകാല ക്യാമ്പയിൻ ബാംഗ്ലൂർ ജില്ലാതല ഉദ്ഘാടനം കർണാടക സ്റ്റേറ്റ് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയെ വരിചേർത്ത് ജില്ലാ ട്രഷറർ അയ്യൂബ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ നവംബർ 10 മലപ്പുറം വിസ്ഡം സ്ക്വയറിൽ നടക്കുന്ന SSF ജില്ലാ ക്യാമ്പസ് കോൺഫറൻസിന് പ്രഖ്യാപനമായി. ജില്ലയിലെ വിവിധ പ്രൊഫഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംബന്ധിച്ച പ്രഖ്യാപന സമ്മേളനം പൂക്കോട്ടൂർ യുദ്ധസ്മാരകത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2 മാസത്തെ നിരന്തര പ്രവർത്തന പദ്ധതികളുടെ സമാപന സമ്മേളനമാണ് നവംബർ 10 മലപ്പുറത്ത് നടക്കുക. SSF ജില്ലാ പ്രസിഡന്റ് ദുൽഫുക്കാർ അലി സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി സമ്മേളന പ്രഖ്യാപനം നടത്തി. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. സഫറുള്ള മുഖ്യാതിഥിയായിരുന്നു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പുതുതായി അംഗീകാരത്തിന് അപേക്ഷിച്ച 54 മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകി. കട്ടിപ്പാറ KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോഴിക്കോട്, മലപ്പുറം, കാസർകോട്, കണ്ണൂർ, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ നിന്നും കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്നും തമിഴ്നാട്, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുമായി അപേക്ഷിച്ച മദ്രസകൾക്കാണ് അംഗീകാരം നൽകിയത്. മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായ മുഅല്ലിമുകൾക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നൽകുന്ന ഭവന വായ്പാ പദ്ധതിയിലേക്ക് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. യോഗ്യരായവർക്ക് പരമാവധി 2.5 ലക്ഷം രൂപ വരെ അനുവദിക്കും. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങൾക്കുമായി കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ സി ഇന്ത്യ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. 0495 4025 203 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. സംസ്ഥാന സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം യോഗം നാളെ വൈകിട്ട് 5 മണിക്ക് മർക്കസ് റെയ്ഹാൻ വാലി ഓഡിറ്റോറിയത്തിൽ നടക്കും. മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് കൺവീനർ മജീദ് കക്കാട് അറിയിച്ചു. ദുൽഖഅദ് 29 ഇന്ന് ദുൽഹിജ്ജ മാസപ്പിറവി കാണുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ അറിയിക്കണമെന്ന് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാർ അറിയിച്ചു. ഫോൺ നമ്പർ 0495 277 1537. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിന്റെ പെരുമാറ്റം നന്നാക്കാൻ നല്ല നാക്കും നല്ല വാക്കും എന്ന പ്രമേയത്തിൽ പോലീസുകാർക്ക് പ്രത്യേക പരിശീലനം. കുപ്രചരണങ്ങൾക്കെതിരെ സൌദി അറേബ്യ 25 ലക്ഷം സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതായി സൌദി മന്ത്രാലയം. മസ്ജിദുൽ അഖ്സയിൽ ഇസ്രായേൽ സേന അതിക്രമിച്ചു കയറി ഫലസ്തീനികളും ഇസ്രായേൽ സേനയും തമ്മിൽ സംഘർഷം. മുക്കത്തിന് വീണ്ടും അഭിമാന മുഹൂർത്തം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയ്ക്കൊപ്പം സംസ്ഥാന അധ്യാപക അവാർഡ് PK അബ്ദുൽ ഹമീദ് മാസ്റ്റർക്ക്. മുസ്ലിം കൂട്ടുകാർക്ക് നിസ്കാരത്തിനായി പള്ളി നിർമ്മിച്ചു നൽകി സിഖുകാരൻ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF ക്യാമ്പസ് കോൺഫറൻസിന് പ്രഖ്യാപനമായി. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സാങ്കേതിക പരിശീലനം പൂർത്തിയായി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് 54 മദ്രസകൾക്ക് കൂടി അംഗീകാരം നൽകി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.